സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ശബ്ദിക്കാൻ പ്രയാസമാണ്. ശബ്ദിക്കുകയാണെങ്കിൽ ഷൗട്ട് ഡൗൺ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അന്നില്ലാത്തൊരു പ്രശ്നം ഈ തിരുത്തെഴുതുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ 90കളിൽ ഇല്ലാത്തൊരു വലിയ പ്രശ്നം ഇന്ന് ഇതാണ് സമൂഹ മാധ്യമമാണ്. സമൂഹ മാധ്യമത്തിൽ കൂടി നടക്കുന്ന സംവേദനങ്ങളൊന്നും സ്വാഭാവികമോ ഓർഗാനിക്കോ സ്പോണ്ടേനിയസോ അല്ല. അതെല്ലാം വില കൊടുത്ത് വാങ്ങിക്കുകയോ അതിന് വേണ്ടി IT സെല്ലുകൾ പ്രവർത്തിക്കുന്നതും മറ്റുമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ 1990കളേക്കാൾ വളരെ അധികം വലുതാണ്. നന്മയ്ക്ക് അല്ലെങ്കിൽ ആദർശത്തിന് വലിയൊരു പങ്ക്, ആ ഒരു ശുഭാപ്തി വിശ്വാസം കൈവിടാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ തിരുത്ത് എഴുതപ്പെടുന്നത്. അപ്പം അതിൽ വളരെ പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്. ഒരു പഞ്ച് ലൈനേ ഉള്ളൂ. ഈ സിനിമയുടെ ഭാഷയിൽ പറഞ്ഞ ഒറ്റ പഞ്ച് ലൈനേ ഉള്ളൂ. ഈ പഞ്ച് ലൈനിന്ന് മുകളിലോട്ടും താഴോട്ടും പോയിട്ട് നിർമ്മിച്ചൊരു കഥയാണ്. ഈ ചുള്ളിയാട്ടായിട്ട് ഞാൻ മനസ്സിൽ കണ്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരവും അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ആ കഥയിൽ പറയുന്ന ആത്മകഥയും എല്ലാം ഇന്ത്യ കണ്ടതിലും വെച്ച് ഏറ്റവും പ്രഗത്ഭനായ പത്രാധിപരും വളരെ ആശയസ്ഥൈര്യവും കാണിച്ച S. മുൽഗാവങ്കറായിരുന്നു. അപ്പോൾ മുൽഗാവങ്കറെ പോലെ പത്രം മുതലാളിക്ക് പോലും മുൽഗാവങ്കറെ അവഗണിക്കാനോ ഓവർ റൂൾ ചെയ്യാനോ പറ്റിയിരുന്നില്ല. അത്തരത്തിലുണ്ടായിരുന്ന ഒരു അധികായന്മാരുടെ ഒരു വാസസ്ഥലമായിരുന്നു ന്യൂസ് റൂമുകൾ. അതിൽ നിന്ന് ഇന്ന് ഏത് സ്ഥിതിയിലെത്തിയിരിക്കുന്നു എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം TV ഓൺ ചെയ്താൽ നമുക്കറിയാവുന്നതാണ് ഇവിടെ എന്താണ് മാധ്യമങ്ങളിൽ നടക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്.